ശ്രീലങ്കൻ പുറംകടലിൽ വെച്ച് അമേരിക്ക മുഖ്യ ഇറാന്റെ യുദ്ധക്കപ്പലായ എറിസ് ദേനയിൽ ഉണ്ടായിരുന്നത് 130 പേർ എന്ന് സ്ഥിരീകരണം. ഇനി 11 പേരെ മാത്രമാണ് കണ്ടെത്താനുള്ളത്. 87 മരണമാണ് ശ്രീലങ്ക ഇതുവരെ സ്ഥിരീകരിച്ചത്. 32 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ ഇറാൻ ശ്രീലങ്കയെ സമീപിച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേന അതിഥിയായി ക്ഷണിച്ച കപ്പലിനെയാണ് അമേരിക്ക ആക്രമിച്ചതെന്നും അമേരിക്ക പശ്ചാത്തപിക്കുമെന്നും മന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, കപ്പലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, ഇനി കണ്ടെത്താനുള്ള ആളുകൾ, ചികിത്സയുള്ള കണക്കുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്? ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ. ഇന്ത്യ അതേസമയം തന്നെ ഇപ്പോഴും പ്രതികരണം നടത്തുന്നില്ല എന്ന ആശ്ചര്യം കൂടി നിൽക്കുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. പ്രജീഷ്, എന്തായാലും ഗൗളിലെ സർക്കാർ ആശുപത്രിയിൽ 32 പേർ ചികിത്സയിൽ കഴിയുകയും 87 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന കണക്കുകൾ ശ്രീലങ്ക പുറത്തുവിട്ടിരുന്നു. അത് വളരെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇറാൻ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നത്. 130 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു എക്സ് പോസ്റ്റിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം പറയുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, മിലൻ 2026 പങ്കെടുക്കാൻ വേണ്ടി വിശാഖപട്ടണത്തേക്ക് പോയ കപ്പൽ IRIS ഡേന മടങ്ങുമ്പോൾ അമേരിക്ക ആക്രമിച്ചത് എന്നാണ്. അമേരിക്ക ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും പശ്ചാത്തപിക്കുമെന്നും ഇറാൻ മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ശ്രീലങ്കയോട് മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്ന് ഇപ്പോൾ ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനായി അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹങ്ങൾ ജന്മനാടായ ഇറാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട സഹായങ്ങളും ശ്രീലങ്കയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ നിലവിൽ ഈ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൃതദേഹങ്ങൾ ഇറാനിലേക്ക് കൊണ്ടുപോവുക അത്ര സാധ്യമായ കാര്യമല്ല. അതിന് സാങ്കേതികമായ തടസ്സമുണ്ട് എന്ന് ശ്രീലങ്ക അറിയിച്ചിട്ടുണ്ട്. സാഹചര്യം അനുകൂലമാകുന്നത് വരെ മൃതദേഹങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുമെന്നും ശ്രീലങ്ക ഇപ്പോൾ ഇറാന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 11 പേരെ കൂടിയാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷ.